ഇതിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു രസം വയ്ക്കാൻ പോവാണ്. അതിന് ചീഞ്ചട്ടി വെച്ച് തീ കത്തിച്ച് ചീഞ്ചട്ടി വെച്ച് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കാൻ പോകുന്നു. വെളിച്ചെണ്ണ. അതിലേക്ക് ഒരു സ്പൂൺ കടുകിടാം. അതിനകത്തോട്ട് ചെറിയ ഉള്ളി 4 കഷ്ണം ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ട് അത് ഇടാൻ പോവാം. രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇടുക. അതിലോട്ട് ഞാൻ ഈ കട്ട കായം കൂടെ അതിനകത്ത് ഇടാൻ പോവാം. അതിൽ കിടന്ന് മൊരിയട്ടെ. നമ്മുടെ ഉള്ളി ഇവിടെ മൂക്കാറായി. അതിനകത്തോട്ട് കരിവേപ്പില ഇടാം. 2 തണ്ട് കരിവേപ്പില. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളകും 1 സ്പൂൺ കുരുമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി ഒന്നിച്ച് പൊടിച്ചതാണ്. നല്ല എരിയും പുളിയും ഉള്ളൊരു രസം വെക്കാൻ പോവാം. അരമുറി സവാള ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് തന്നെ. ഒരു പച്ചമുളക് കീറിയത്. മീഡിയം ചെറിയ 3 തക്കാളി ചെറുതായി അരിഞ്ഞത്. ഈ തക്കാളി ഒന്ന് വാടാൻ 1 സ്പൂൺ ഉപ്പിടുക. ചെറിയ ടീസ്പൂൺ ഉപ്പ്. നമ്മുടെ രസക്കൂട്ടിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നു. രസത്തിനുള്ള തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. വാടാനായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂടി വെക്കാം. നമ്മുടെ തക്കാളി വാടിയോ നോക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. നല്ല കുഴഞ്ഞ് വാടിയിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് രസത്തിനുള്ള മസാല ചേർക്കാം. എരിവില്ലാത്ത 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒന്ന് മാറി നന്നായിട്ട് മാറിയിട്ട് നമുക്ക് അതിലോട്ട് ചെറുതായിട്ടൊരു ശകലം വാളംപുളി പിഴിഞ്ഞൊഴിക്കണം. തക്കാളി 3 എണ്ണം മീഡിയം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാളംപുളി കുറച്ച് മതി. നമുക്ക് ഇത്രയും വാളംപുളി എടുത്ത് ചെറു ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചതാ. അതൊന്ന് ഞെരടി അതിനകത്തോട്ട് ഒഴിക്കാം. ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.